ഹലോ ഗൈസ്, നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് വരുമ്പോൾ ഇപ്പോൾ ഗൂഗിൾ പേയിൽ ഗോ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഇവന്റ് ഉണ്ട്. ആ ഇവന്റ് എന്തെന്ന് പറയുകയാണെങ്കിൽ, ഇപ്പോൾ കൊറോണയും ലോക്ക്ഡൌണും എല്ലാം കാരണം നമ്മൾ നമ്മുടേതായ വീടുകളിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് പുറത്തൊരു സ്ഥലത്ത് പോകാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നമുക്കൊരു ടൂറിസ്റ്റ് പ്ലേസിൽ നമുക്ക് പോകാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഗൂഗിൾ പേയിൽ ഗോ ഇന്ത്യ എന്ന് പറയുന്ന ഇവന്റ് വഴി അവർ നമുക്ക് പോകാൻ പറ്റാത്ത സ്ഥലങ്ങൾ വെർച്വലായിട്ട് നമ്മളെ പോകാൻ സഹായിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഗൂഗിൾ പേയിലെ ഇന്ത്യയുടെ മാപ്പിൽ ഒരു 30 സ്ഥലങ്ങളുണ്ട്. ആ 30 സ്ഥലങ്ങൾ അതായത് ഗൂഗിൾ പേയിൽ ഓരോ റീചാർജുകളോ പേയ്മെന്റോ നടത്തി കഴിയുമ്പോൾ അവർ നമുക്ക് ടിക്കറ്റും അതിനനുസരിച്ച് നമുക്ക് കിലോമീറ്റർ തരും. അപ്പൊ അത് വെച്ച് നമുക്ക് ഈ സ്ഥലങ്ങളെല്ലാം സഞ്ചരിക്കാൻ സാധിക്കും, അതായത് വെർച്വലി. അപ്പൊ അങ്ങനെ നമ്മൾ 30 സ്ഥലങ്ങൾ സഞ്ചരിച്ചു കഴിഞ്ഞാൽ അവർ നമുക്ക് ഒരു ക്യാഷ് ബാക്ക് തരും. അതായത് 101 മുതൽ 501 രൂപ വരെ കിട്ടാവുന്ന ഒരു വൗച്ചർ നമുക്ക് തരുന്നതാണ്. അപ്പം ഇതാണ് ഈ ഗോ ഇന്ത്യ ഇവന്റ്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് വരുമ്പോൾ, ഇപ്പോൾ ഈ ഗോ ഇന്ത്യ ഇവന്റ് കളിക്കുന്ന ഒരാൾ ഒരു 20-23 ടിക്കറ്റ് എത്തിക്കഴിയുമ്പോൾ അവർക്ക് ബാക്കിയുള്ള 6 മുതൽ 7 വരെ ടിക്കറ്റ് കിട്ടാൻ വളരെയധികം ബുദ്ധിമുട്ടുന്നു. ആ 6 ടിക്കറ്റ് എന്ന് പറയുന്നത് പ്രത്യേകിച്ചും റെയർ ടിക്കറ്റുകളാണ്. അതുകൊണ്ടാണ് അത് കിട്ടാൻ വളരെ ബുദ്ധിമുട്ട്. അപ്പൊ നമ്മളുടെ ഇന്നത്തെ വീഡിയോയിൽ ഈ ടിക്കറ്റുകൾ എങ്ങനെ വളരെ എളുപ്പത്തിൽ ഒറ്റ ട്രൈ തന്നെ നേടിയെടുക്കാം, അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയുന്നത്. അപ്പൊ അതിനായിട്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതിലൂടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഹായ്, നമുക്ക് ഈ ഗൂഗിൾ പേയിൽ വളരെ ഫ്രീ ആയിട്ട് ടിക്കറ്റ് കിട്ടാനുള്ള ഒരു മാർഗം എന്ന് പറയുന്നത്, നമ്മൾ നേരത്തെ വിസിറ്റ് ചെയ്ത ടിക്കറ്റ് കാർഡ് നമ്മളുടെ സുഹൃത്തുക്കൾക്ക് വാട്സപ്പ് വഴിയോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് വഴിയോ, അതുപോലെ നമ്മൾ ഗൂഗിൾ പേയിൽ തന്നെ നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് ഒരു ദിവസം 5 ടിക്കറ്റ് വരെ നമുക്ക് നേടാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ ചെയ്യുന്നത് വഴി നമുക്കൊരു മാക്സിമം 22 മുതൽ 24 ടിക്കറ്റുകൾ വരെ നമുക്ക് നേടാൻ സാധിക്കത്തുള്ളൂ. കാരണം അതിനുശേഷം നമുക്ക് ഈ കിട്ടിയ ടിക്കറ്റുകൾ തന്നെയായിരിക്കും അവർ വീണ്ടും തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവസാനത്തെ 6 മുതൽ 7 ടിക്കറ്റുകൾ, അതായത് പ്രധാനമായിട്ടും നൈനിറ്റാൾ, ഗോവ, ബാസ്റ്റർ, കൊച്ചി, പൂരി, ഗയ ഇങ്ങനത്തെ ടിക്കറ്റുകൾ, അതും അല്ലെങ്കിൽ ഗാങ്ടോക്ക് ഇങ്ങനത്തെ ടിക്കറ്റുകൾ കിട്ടാനുള്ള ഒരു മാർഗമാണ് നമ്മൾ ഇനി പറയുന്നത്. അതായത് നമ്മൾ അങ്ങനെ അതായത് നമ്മൾ ജസ്റ്റ് ആ ടിക്കറ്റ് കാർഡ് നമ്മൾ ഷെയർ ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രം നമുക്ക് ഈ ടിക്കറ്റുകൾ കിട്ടത്തില്ല. അതിനായിട്ട് നമ്മൾ വേറൊരു കാര്യം കൂടി ചെയ്യണം. അതാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ ഈ 6 ടിക്കറ്റുകൾ നമ്മൾ നേടണമെങ്കിൽ അതൊരു കാശ് ചെലവുള്ള പരിപാടിയാണ്. അതായത് നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ ഫ്രീ ആയിട്ട് ഇതുപോലെ ടിക്കറ്റ് കാർഡുകൾ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അവർ നമുക്ക് ഫ്രീ ആയിട്ട് എയർ ടിക്കറ്റുകൾ തരത്തില്ല. അപ്പൊ അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് ഈ ടിക്കറ്റ് നേടാൻ വേണ്ടിയുള്ള ഒരു കണ്ടീഷനാണ്, അല്ലെങ്കിൽ ഒരു ക്രൈറ്റീരിയ ആണ്, നമ്മളുടെ ഏതൊരു സുഹൃത്തിനോ അല്ലെങ്കിൽ ബന്ധുക്കൾക്കോ അല്ലെങ്കിൽ ആർക്കെങ്കിലും നമ്മളൊരു പ്രീപെയ്ഡ് നമ്പറിന് നമ്മൾ റീചാർജ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അഷ്യൂർഡ് ആയിട്ട് ഒരു ടിക്കറ്റ് കിട്ടുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പരീക്ഷിച്ച് വിജയിച്ച ഒരു ട്രിക്ക് എന്ന് പറയുകയാണെങ്കിൽ, ഇതുപോലെ നമ്മൾ ഒരു പ്രീപെയ്ഡ് റീചാർജ് ചെയ്യണം. അത് നമ്മൾ ജിയോ പ്രീപെയ്ഡ്, അതായത് പോർട്ട് ചെയ്ത നമ്പർ അല്ല, ശരിക്കുമുള്ള ഒരു ജിയോ പ്രീപെയ്ഡ് നമ്പർ നമ്മൾ മിനിമം ആയിട്ടുള്ള ഒരു 10 രൂപ ടോപ്പ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ, അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒരു 6 പ്രാവശ്യം ഒരു നമ്പറിൽ തന്നെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 6 പ്രാവശ്യം നമുക്ക് റെയർ ടിക്കറ്റുകളായിരിക്കും അവർ തരുന്നത്. അങ്ങനെ ചെയ്യുന്നത് വഴി നമുക്ക് ഈ ഇവന്റ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. അവിടെ നമുക്ക് ആ ഒരു അഷ്യൂർഡ് വൗച്ചർ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ജിയോ നമ്പറിന് വേണം ചെയ്യാൻ. ഇപ്പോൾ ഞാൻ അതായത് ഈ ട്രിക്ക് തന്നെ എൻ്റെ ഐഡിയ നമ്പറിലേക്ക് ഞാൻ റീചാർജ് ചെയ്ത് നോക്കി. അന്നേരം എനിക്ക് കിട്ടിയ ടിക്കറ്റ് കാർഡുകൾ തന്നെയാണ് കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ജിയോ നമ്പറിന് വേണം നിങ്ങൾ റീചാർജ് ചെയ്യാൻ. ജിയോയ്ക്ക് റീചാർജ് ചെയ്താൽ മാത്രമേ, അതും 10 രൂപയുടെ ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം അല്ലാതെ ചെയ്ത് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ നഷ്ടമാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ 10 രൂപയുടെ റീചാർജ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടാത്ത ടിക്കറ്റുകളെല്ലാം നിങ്ങൾക്ക് നേടാൻ സാധിക്കുന്നതാണ്. ഇനി നിങ്ങൾക്ക് ടിക്കറ്റ് ഉണ്ട്, എന്നാൽ നിങ്ങൾക്ക് കിലോമീറ്റർ ഇല്ല. അങ്ങനത്തെ സാഹചര്യത്തിൽ നമ്മൾ ഇനി പറയാൻ പോകുന്ന ആ ഒരു ട്രിക്ക് നിങ്ങൾ പ്രയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കിലോമീറ്റർ നേടാൻ സാധിക്കും. അതായത് നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കൾക്കും, അല്ലെങ്കിൽ ഒരു 3-4 സുഹൃത്തുക്കൾക്കെങ്കിലും നിങ്ങൾ ദിവസവും ഒരു രൂപ വെച്ച് നിങ്ങൾ അവർക്ക് അയച്ചു കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ കിലോമീറ്റർ നേടാൻ സാധിക്കും. അതേ 1 രൂപ അവർ നിങ്ങൾ തിരിച്ചയച്ചു തരുമ്പോൾ അവർക്കും കിലോമീറ്റർ നേടാൻ സാധിക്കും. അപ്പോൾ ആർക്കും നഷ്ടമില്ലാതെ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ കിലോമീറ്റർ നേടാൻ സാധിക്കും. അപ്പൊ ഇതാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഈ വീഡിയോ ലൈക്ക് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം നിങ്ങളുടെ ഏതെങ്കിലും സുഹൃത്തുക്കൾക്ക് ഈ അറിവ് എത്തിച്ചു കൊടുക്കണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഈ വീഡിയോ ഷെയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നത് വരെ